അതിന് അവിടെ ഏറ്റവും പവർഫുൾ എന്താണെന്ന് വെച്ചാൽ തിരുപ്പതി അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഹനുമാനുണ്ട്. ആ ഹനുമാനാണ്. ആ ഹനുമാനെ മാത്രമേ തിരുപ്പതി പോകാൻ ശ്രീരാമചന്ദ്രൻ്റെ രൂപത്തിലാണ് ദർശനം കൊടുക്കണമെന്നാണ് തിരുപ്പതി ഭഗവാന്റെ ഒരു അവിടെ പൂജയ്ക്ക് പോയവർ പറഞ്ഞതായിട്ട്. അവിടുത്തെ ഇപ്പം നമ്മൾ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഗോപുരം. നമ്മൾ പോയി തൊഴുന്ന അവിടെ നിന്ന് പിന്നെ 3 നടയുണ്ട്. ഒരു 20 മീറ്റർ ദൂരെ നിന്നേ ഭഗവാനെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഇവിടെ ജയവിജയന്മാരുണ്ട്, മനസ്സിലായി, അവിടെയാണ് നമുക്ക് കാണാൻ പറ്റും. അത്രയും ദൂരെ നിന്നേ കാണാൻ പറ്റും. നമ്മൾ ദർശനത്തിൽ നിന്ന് അവിടെ ദർശനത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ ആ ടോക്കൺ കിട്ടും. ആ ടോക്കൺ കൊണ്ടുപോയിട്ട് അതിൽ ആധാർ നമ്പർ കാണും, ഇല്ലേ ആധാർ കാണിക്കുക. അത് വെച്ചിട്ട് നമുക്കൊരു ഇത് പറയും, ഒരു 10 ലഡുവൊക്കെ കിട്ടും. അതുകൂടാണ്ട് വലിയ ലഡു ഉണ്ട്, അതിന് 200 രൂപയാണ്, ഇത് 50 രൂപയാണ് സാധാരണ. 24 മണിക്കൂറിന് ഇവരകത്ത് കയറി കഴിഞ്ഞാൽ ഇവർക്ക് ഫുഡും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുകയാണ്. രാവിലെ 6 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി 12 മണി വരെ പല സമയത്ത് പാലും ആ സമയത്ത് അവിടുത്തെ ആന്ധ്ര ഇതായിരിക്കും പൊങ്കൽ അത് ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ പോലെ വെള്ളം കിട്ടാത്ത അവസ്ഥ, അതിൻ്റെ ഇടയ്ക്ക് ചൂടുവെള്ളം ഇതെല്ലാം കിട്ടുകയാണ്. അതുകൂടാണ്ട് സാനിറ്റേഷൻ സൗകര്യങ്ങൾ, അതും വളരെ വൃത്തിയും മെനയും. അപ്പോൾ ഈ തിരുപ്പതിയെ സംബന്ധിച്ചിടത്തോളം കലികാലത്തിലുണ്ടായ ഒരു അമ്പലമാണ് തിരുപ്പതി. അവിടെ ശ്രീശങ്കരാചാര്യർ, നമ്മുടെ ശങ്കരാചാര്യർ അവിടെ ശ്രീചക്രം പ്രതിഷ്ഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. തിരുപ്പതി, മൂകാംബിക, അങ്ങനെ കുറേ സ്ഥലത്ത് ശ്രീശങ്കരാചാര്യരുടെ കരസ്പർശം ഏറ്റിട്ടുണ്ട്. അവിടെ പോണ ഒരാൾ പോലും പ്രസാദം കിട്ടാണ്ട് പുറത്തു പോകും. എത്ര ലക്ഷം ആൾക്കാർ പോകട്ടെ, അവർക്കുള്ള പ്രസാദം അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കും. പിന്നെ ലഡു എന്ന് പറയുന്നത് 50 രൂപയാണ് ഒരു ലഡുവിന്. അത് നമ്മൾ ക്യാഷ് കൊടുത്ത്, അതും നമുക്ക് ഇപ്പോൾ വെറുതെ പോയിട്ട് ദർശനം കാണാണ്ട് ലഡു വാങ്ങിക്കാൻ പറ്റില്ല. ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് സാറ് ഇന്ത്യയിലെ തന്നെ പല ഭാഗങ്ങളിൽ പോയിട്ടുണ്ട് എന്ന് എല്ലാം പറഞ്ഞിരുന്നു. ഇന്ന് അങ്ങനെയാണ് സാറ് തിരുപ്പതിയിലെ ലുലുവുമായി വന്നപ്പോൾ തിരുപ്പതിയിലെ കഥ പറയാമെന്ന് പറഞ്ഞത്. അതെ, തീർച്ചയായിട്ടും. എങ്ങനെയുണ്ടായിരുന്നു തിരുപ്പതിയിലെ ജീവിതം? തിരുപ്പതി നമ്മൾ വർഷം തോറും പോകുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങളുടെ സമുദായം ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ ഒരു ഇഷ്ടദേവതയാണ് തിരുപ്പതി. അതിന് പുറകിൽ പരമായ ചില കാരണങ്ങളുണ്ട്. അപ്പോൾ തിരുപ്പതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രശസ്തനായ ഒരു യുക്തിവാദി 1970കളിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു സഹസ്രനാമത്തിൽ എന്തുകൊണ്ട് വെങ്കടേശായ നമ ഇല്ലാന്ന്. 1,00,000 രൂപയാണ് അതിന് പാരിതോഷികം. 5 ചോദ്യങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, ഈ തിരുമേനി എന്ന് പറഞ്ഞ നേരത്തെ എപ്പിസോഡിൽ സൂചിപ്പിച്ച അദ്ദേഹം കുറേ കാര്യങ്ങൾ ധാർമ്മികമായിട്ട് പറയുമ്പോൾ ഞാൻ ഈ യുക്തിവാദത്തിൻ്റെ ഈ പുസ്തകവും വായിക്കും. അപ്പോൾ അതിനകത്ത് ഈ ചോദ്യം വന്നു. അപ്പോൾ ഈ തിരുമേനിയുടെ അടുത്ത് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് വിഷ്ണു സഹസ്രനാമത്തിൽ വെങ്കടേശായ നമ എന്ന് പറഞ്ഞിട്ട് വന്നില്ല. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള അമ്പലമാണ് തിരുപ്പതി. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രമാണെന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കലിയുഗത്തിൻ്റെ ആരംഭത്തിൽ, നമുക്കതിൻ്റെ ചരിത്രം കൂടി പറയാം. കലിയുഗത്തിൻ്റെ ആരംഭത്തിൽ ഈ യാഗങ്ങൾക്ക് അധിപതി ആരാണ്, ഈ ത്രിമൂർത്തികളിൽ ആരാണെന്നറിയാനായിട്ട് സന്യാസിമാർ, ഋഷീശ്വരന്മാർ ഒരു യോഗം കൂടിയിട്ട് ഭൃഗു മഹർഷീനെ ചുമതലപ്പെടുത്തി. ആ ഭൃഗു മഹർഷി ആദ്യം ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു. ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ബ്രഹ്മാവ് കണ്ണടച്ചിരിക്കുന്നത് ധ്യാനിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മാവിനെ ശപിച്ചു എന്ന് പറയും, നിന്നെ ഭൂമിയിൽ ആരും പൂജിക്കാണ്ട് പോട്ടെ. പിന്നെ ശിവൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ ശിവൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ശിവൻ പാർവതിയായിട്ട് ഉള്ള ഇതിലായിരുന്നു. അപ്പോൾ ശിവനെ നിൻ്റെ ലിംഗം പൂജിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു എന്ന് പറയുന്നു. പിന്നെ മഹാവിഷ്ണുവിനെ കാണാൻ ചെല്ലുമ്പോൾ ഇദ്ദേഹം വരുന്ന അറിഞ്ഞുകൊണ്ട്, ഈ ഭൃഗു മഹർഷി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭയങ്കര തപസിദ്ധിയുള്ള ആളാണ്. അദ്ദേഹം വരുന്നു എന്നറിഞ്ഞുകൊണ്ട് ഈ മഹാവിഷ്ണു ഉറക്കം നടിച്ച് കിടന്നു എന്നാണ് പറയുന്നത്. ഉറക്കം നടിച്ച് കിടന്നു. അപ്പോൾ ഞാൻ വന്നിട്ട് അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ കിടക്കുന്നത് കണ്ട് ഭൃഗു മഹർഷിക്ക് ദേഷ്യം വന്ന് ഭൃഗു മഹർഷി വലത് കാല് വെച്ച് ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ചവിട്ടി. ഞാൻ വന്നിട്ടും ഉറങ്ങിക്കിടക്കുകയാണെന്ന് ചോദിച്ചു, ഹൃദയ ചവിട്ടി. ഉടനെ തന്നെ മഹാവിഷ്ണു വലത് കാലിൽ പിടിച്ചു എന്നാണ് പറയുന്നത്. അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ തപസിദ്ധി ഉള്ളത് ഈ വലത് കാലിൻ്റെ താഴെയാണ്. അപ്പോൾ ഇത് മഹാവിഷ്ണു പിടിച്ചിട്ട് അത് ആ എനർജി വലിച്ചെടുത്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇദ്ദേഹത്തിനോട് ക്ഷമ ചോദിച്ചു, ഞാനൊന്ന് മയങ്ങിപ്പോയതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ക്ഷമ ചോദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് തീരുമാനം പറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ കലിയുഗത്തിൽ യാഗങ്ങൾക്ക് അധിപൻ മഹാവിഷ്ണുവാണ്, ത്രിമൂർത്തികൾ മഹാവിഷ്ണുവിനാണെന്നുള്ള തീരുമാനം അദ്ദേഹം അറിയിച്ചു. പക്ഷേ ഈ ഒരു പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കുടുംബ പ്രശ്നം വന്നു മഹാവിഷ്ണുവിൻ്റെ അവിടെ. കാര്യം ഈ മഹാലക്ഷ്മി വസിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ ഹൃദയത്തിലാണ്. ശ്രീവക്ഷസ്ഥലവാസിനി എന്നാണ് മഹാലക്ഷ്മിനെ പറയുന്നത്. ശ്രീവക്ഷം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ ഹൃദയമാണെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മഹാലക്ഷ്മി വസിക്കുന്നിടത്ത് ഭൃഗു മഹർഷി ചവിട്ടിയിട്ട് നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നില്ല, ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് മഹാലക്ഷ്മി അവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്നാണ് പറയുന്നത്.
ഇറങ്ങിപ്പോയിട്ട് പിന്നെ മഹാലക്ഷ്മി വന്ന് വസിക്കുന്നത് കൊൽഹാപ്പൂരിലാണ്. കൊൽഹാപ്പൂർ മഹാലക്ഷ്മി ക്ഷേത്രം ഭയങ്കര പ്രസിദ്ധമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് വന്ന് മഹാവിഷ്ണുവും ഈ ലക്ഷ്മീനെ തിരക്കി ഇറങ്ങി ഈ ഇപ്പോൾ തിരുപ്പതിയുള്ള ഭാഗങ്ങളിൽ വന്ന് അവിടെ ഒരു തപസ് പോലെ ഇരുന്ന് ഒരു ചെതൽപ്പുറ്റിൽ ഇരുന്നു. അവിടെ ഈ ആകാശരാജാവിൻ്റെ ഒരു എന്താണ് ഗോക്കളെ മേയ്ക്കുന്ന ആൾ പശു പാല് ചേർത്തുന്ന കണ്ടു, അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അവിടെ പത്മാവതിനെ കല്യാണം കഴിച്ചു. അവിടെ അലമേലു മങ്കാപുരം എന്ന് പറഞ്ഞുകൊണ്ടത് പത്മാവതി അമ്പലമാണ്. ഈ പത്മാവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് മായാസീതയായിട്ടിരുന്ന വേദവതിയാണ്. മായാസീതയായിട്ട് ഇരുന്ന ആളാണ് ഈ പത്മാവതിയായിട്ട് ആകാശരാജാവിന് കൃഷിയിടത്തിൽ നിന്ന് കിട്ടിയതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മഹാവിഷ്ണു അവിടെ സ്വയംഭുവാണ്. സ്വയംഭുവാണ്. അതിൻ്റെ എനർജി ഭയങ്കരമാണ് തിരുപ്പതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്തുണ്ടെങ്കിലും അവിടെ മുമ്പിൽ ചെന്നാൽ നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് പോകണം. കാര്യം ആ ഗോപുരം 7 മലകൾക്ക് മുകളിലാണ് ഈ തിരുപ്പതി ക്ഷേത്രം. വെങ്കടാദ്രി വൃഷഭാദ്രി അങ്ങനെ 7 മലകളുണ്ട്. ഈ 7 മലകൾ കറങ്ങിയാണ് മുകളിൽ പോകുന്നത്. നടന്നു പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് ഈ 7 തലങ്ങളെ 7 തലങ്ങളെ പ്രതിദാനം ചെയ്യുന്നതാണെന്നും പറയാം. അതുകൂടാണ്ട് ഒരു വിശ്വാസമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തിരുപ്പതി, അഹോബിലം, ശ്രീശൈലം. തിരുപ്പതിയിൽ തലവെച്ച് മഹാവിഷ്ണുവിൻ്റെ ശയനമാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ തിരുപ്പതി ഭാഗത്തെ മലകൾ നമ്മൾ ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരാളിങ്ങനെ ചരിഞ്ഞ് കിടക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ അരക്കെട്ട് ഈ അഹോബിലം എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ നരസിംഹാവതാരം ഉണ്ടായെന്ന് പറയുന്ന സ്ഥലം. പിന്നെ ശ്രീശൈലം എന്ന് പറയുന്ന ഒരു പുണ്യസങ്കേതമുണ്ട്, അവിടെയാണ് പാത എന്ന് പറയുന്നു. അപ്പോൾ ഈ തിരുപ്പതിയെ സംബന്ധിച്ചിടത്തോളം കലികാലത്തിലുണ്ടായ ഒരു അമ്പലമാണ് തിരുപ്പതി. അവിടെ ശ്രീശങ്കരാചാര്യർ, നമ്മുടെ ശങ്കരാചാര്യർ അവിടെ ശ്രീചക്രം പ്രതിഷ്ഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. തിരുപ്പതി, മൂകാംബിക അങ്ങനെ കുറേ സ്ഥലത്ത് ശ്രീശങ്കരാചാര്യരുടെ കരസ്പർശം ഏറ്റിട്ടുണ്ട്. ഈ ശ്രീചക്രം അവിടെ പ്രതിഷ്ഠിച്ചത് കൊണ്ടാണ് അവിടെ ഇത്രയും ധനം കുന്നുകൂടുന്നതെന്നാണ് പറയുന്നത്. പിന്നെ അവിടുത്തെ ഒരു വിശ്വാസം, ഈ മഹാവിഷ്ണുവിന് കല്യാണം കഴിക്കേണ്ടി വന്നു. വെങ്കടേശ്വരൻ എന്നുള്ള പേര്, ശ്രീനിവാസൻ എന്നാണ് പേര്, ബാലാജി എന്ന്. അതിൻ്റെ കൂടെ ഞാൻ പറയട്ടെ, എൻ്റെ പേരിട്ടത് അവിടെ വെച്ചാണ്. അവിടുത്തെ 68 അവിടുത്തെ പൂജാരിയാണ് എനിക്ക് പേരിട്ടത്. അതാണ് ശ്രീനിവാസൻ്റെ പേര് വന്നത്. അപ്പോൾ ഈ കല്യാണം കഴിക്കാനായിട്ട് ധനം വേണം. ഇപ്പോഴല്ലേ ഈ പെൺവീട്ടുകാർ സ്ത്രീധനമൊക്കെ, പണ്ട് അങ്ങനെയല്ല, പയ്യന്മാരും ഇത് ചെയ്യണമായിരുന്നു. അപ്പോൾ ഈ ധനം കുബേരൻ്റെ അടുത്ത് കടം വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ കുബേരനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കലികാലത്തിൽ എന്നെ കാണാൻ വരുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് ഈ ധനം, അതിൽ നിന്ന് നിനക്ക് ആ ധനം ഞാൻ പലിശയടക്കം തന്ന് തീർത്തുകൊള്ളാം എന്നുള്ള ഒരു വിശ്വാസം അവിടെയുണ്ട്. അപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോൾ തിരുപ്പതി ഭഗവാനെ കാണാൻ പോയി കഴിഞ്ഞാൽ താഴത്ത് അലമേൽ പത്മാവതി ക്ഷേത്രത്തിലും പോകണമെന്നാണ്. പക്ഷേ ഒരു വിഭാഗം ആൾക്കാർ വിശ്വസിക്കുന്നത് നമ്മളിവിടെ നിന്ന് ആദ്യം പോകുമ്പോൾ അലമേലുമങ്ക എന്നെ പോയി കാണണം എന്ന് പറഞ്ഞാൽ പത്മാവതി ദേവി, ലക്ഷ്മിയുടെ സാന്നിധ്യം. പക്ഷേ ലക്ഷ്മി ശരിക്കും മഹാവിഷ്ണുവിൻ്റെ കൂടെ അവിടെയാണുള്ളത്. കാര്യം അതാണ്, അതവിടെ ഇത്രയും ഐശ്വര്യം. എന്നിട്ട് തിരുപ്പതി ഭഗവാനെ പോയി കാണണം. പക്ഷേ തിരുപ്പതി ഭഗവാനെ കാണുന്നതിന് മുമ്പ് അവിടെ ഒരു വരാഹക്ഷേത്രമുണ്ട്, ചെറിയൊരു കോവിലാണ്. ആ വരാഹ ദേവനെ ആദ്യം തൊഴണമെന്നാണ്. അവിടെ വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ ഒരു അമ്പലത്തിൽ പോകുന്നതിൻ്റെ ഒരു 5% ആൾക്കാരെ വരാഹ ഇവിടെ പോകുള്ളൂ അവിടുത്തെ. അതുകൊണ്ട് തന്നെ എപ്പോഴും ക്യൂ ആണ്. ഒരു ചെറിയ ശ്രീകോവിലാണ്. ആ ശ്രീകോവിലിൽ കയറാൻ നിൽക്കുമ്പോൾ കയറിയിട്ട് അവിടെ അർച്ചനയൊക്കെ ചെയ്ത് കിരീടമൊക്കെ തലയിൽ വയ്ക്കും. അങ്ങനെ അതപ്പോൾ ഒരു ഫാമിലിക്ക് ഒരു 5-6 മിനിറ്റ് അവിടെ പോകും. അങ്ങനെ അതിൻ്റെ തിരക്കുണ്ട്. പക്ഷേ തിരുപ്പതി അമ്പലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം സാധാരണഗതിയിൽ 30,000-40,000 ആൾക്കാർ പോവുകയാണ്. ഇവർക്ക് ഇരിക്കാനുള്ള സൗകര്യം, അവർക്ക് ഭക്ഷണത്തിനുള്ള സൗകര്യം, സൗജന്യമായിട്ട് താമസിക്കാനുള്ള സൗകര്യം, സൗജന്യമായിട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യം, എല്ലാ സൗകര്യങ്ങളും അവരൊരുക്കുന്നുണ്ട്. അപ്പോൾ ശബരിമല നമ്മൾ പറയുന്നുണ്ട് തിരുപ്പതി മോഡലാണ്, തിരുപ്പതിയിൽ ഇത്ര മണിക്കൂർ ക്യൂ നിൽക്കുന്നുണ്ടെന്ന്. ഇപ്പോൾ ഞങ്ങൾ പോയത് ഡിസംബർ 25 ആ സമയത്താണ്. ആ സമയത്ത് സർവ്വദർശനത്തിന് 24 മണിക്കൂറാണ് ടൈം എടുത്തത്. പക്ഷേ 24 മണിക്കൂറിന് ഇവരകത്ത് കയറി കഴിഞ്ഞാൽ ഇവർക്ക് ഫുഡും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുകയാണ്. രാവിലെ 6 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി 12 മണി വരെ പല സമയത്ത് പാലും, ആ സമയത്ത് അവിടുത്തെ ആന്ധ്ര ഇതായിരിക്കും പൊങ്കൽ, ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ പോലെ വെള്ളം കിട്ടാത്ത അവസ്ഥ, അതിൻ്റെ ഇടയ്ക്ക് ചൂടുവെള്ളം, ഇതെല്ലാം കിട്ടുകയാണ്. അതുകൂടാണ്ട് സാനിറ്റേഷൻ സൗകര്യങ്ങൾ, അതും വളരെ വൃത്തിയും മെനയും. എല്ലായിടത്തും ഒരു ചപ്പ് ചവറ് കാണുകയില്ല. ബാത്റൂമൊക്കെ അപ്പോഴപ്പോൾ ക്ലീൻ ചെയ്യും. ഓരോ 100 മീറ്ററിലും ബാത്റൂമാണ്. ബാത്റൂം എന്ന് പറഞ്ഞാൽ ലേഡീസിന് പ്രത്യേകം, ജെൻസിന് പ്രത്യേകം. ഒരു 10 പേര് പോയാലും ഉപയോഗിക്കാവുന്ന രീതിയിൽ എല്ലായിടത്തും ഉണ്ട്. അമ്പലത്തിൻ്റെ ആ ഇതിന് പുറത്ത് ബാത്റൂംസ് അവർ പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരികയില്ല.
അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അവിടെ പോയി കഴിഞ്ഞാലുള്ള ഒരു എനർജി വേറൊരു ഇതാണ്. ഈ മലകൾ നാല് വശത്തും മലകളാണ്. അതിൻ്റെ താഴെയാണ് ഈ തിരുപ്പതി ക്ഷേത്രം. അതിൻ്റെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് പുഷ്കരണി എന്ന് പറഞ്ഞ തീർത്ഥമുണ്ട്. അവിടെയാണ് തീർത്ഥക്കുളം, അവിടെയാണ് ആറാട്ട് നടക്കുന്നത്, ചക്രസ്നാനം. അതുകൂടാണ്ട് അവിടെ ഒരു പ്രത്യേകത, ദർശനം കഴിഞ്ഞിറങ്ങുന്ന എല്ലാവർക്കും ഭഗവാന്റെ പ്രസാദം കൊടുക്കും എന്നുള്ളതാണ്. ഒന്നുമില്ലെങ്കിൽ ലഡ്ഡു, ചെറിയ ലഡ്ഡു ആയിരിക്കും. തിരുപ്പതി ലഡ്ഡു അല്ല, ഇത് ചെറിയ ലഡ്ഡു ആയിരിക്കും. തിരുപ്പതി ലഡ്ഡു വലുതാണ്, അതിൻ്റെ ഒരു 1/5 കാണുള്ളൂ ചെറിയ ലഡ്ഡു. അല്ലാത്ത പക്ഷം ഞങ്ങൾ ഈ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ശർക്കര പൊങ്കലാണ്. അപ്പോൾ ശർക്കര പൊങ്കൽ കാണും, പുളിഹോര കാണും, അല്ലെങ്കിൽ തൈര് സാധമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ എന്താണോ നേദിച്ചിരിക്കുന്നത് അത് പുറത്തേക്ക് വന്ന് ക്യൂവിൽ നിൽക്കുന്ന എല്ലാവർക്കും കൊടുക്കും. അവിടെ പോണ ഒരാൾ പോലും പ്രസാദം കിട്ടാണ്ട് പുറത്തു പോകില്ല. എത്ര ലക്ഷം ആൾക്കാർ പോകട്ടെ, അവർക്കുള്ള പ്രസാദം അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കും. പിന്നെ ലഡ്ഡു എന്ന് പറയുന്നത് 50 രൂപയാണ് ഒരു ലഡ്ഡുവിന്. അത് നമ്മൾ ക്യാഷ് കൊടുത്ത്, അതും നമുക്ക് ഇപ്പോൾ വെറുതെ പോയിട്ട് ദർശനം കാണാണ്ട് ലഡ്ഡു വാങ്ങിക്കാൻ പറ്റില്ല. നമ്മൾ ദർശനത്തിന് നിന്ന് എന്ന് പറഞ്ഞാൽ ആ ടോക്കൺ കിട്ടും. ആ ടോക്കൺ കൊണ്ടുപോയിട്ട് അതിൽ ആധാർ നമ്പർ കാണും, ഇല്ലേ ആധാർ കാണിക്കുക. അത് വെച്ചിട്ട് നമുക്കൊരു ഇത് പറയും, ഒരു 10 ലഡ്ഡു ഒക്കെ കിട്ടും. അതുകൂടാണ്ട് വലിയ ലഡ്ഡു ഉണ്ട്, അതിന് 200 രൂപയാണ്. ഇത് 50 രൂപയാണ്. സാധാരണ ലഡ്ഡു അന്ന് തന്നില്ലേ, അത് 50 രൂപ. വലിയ ലഡ്ഡു അതിനേക്കാൾ ഒരു 4-5 ഇരട്ടി കാണും, അതിന് 200 രൂപയാണ്. പിന്നെ വട കിട്ടും അവിടെ, വലിയ ദോശ പോലുള്ള. പക്ഷേ അത് രാവിലെ 5 മണി തൊട്ട് കൊടുത്താൽ പെട്ടെന്ന് തീരും, ലിമിറ്റഡ് ഇതാണ്. അപ്പോൾ അവിടെ പോകേണ്ടതാണ്. ഞങ്ങൾ വർഷത്തിലൊരിക്കൽ പോകും. അത് ഈ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു ഈ തിരുപ്പതി ക്ഷേത്രം. ഇപ്പോൾ ഈ ശ്രീ MT രാമറാവു എന്ന് പറഞ്ഞ് അവിടുത്തെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു 80-70കളിലൊക്കെ. അദ്ദേഹം വന്നതിന് ശേഷം അത് തിരുമല ദേവസ്വം എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ് ഉണ്ടാക്കി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ. ആ ട്രസ്റ്റിൻ്റെ കീഴിലാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നത്. വളരെയധികം ആസ്തികളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വെൽവിഷർ അവിടെ ഒരു ഡൊണേഷൻ സ്കീമുണ്ട്. 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ വർഷത്തിൽ ഒരു ദിവസം ഒരു ദർശനം, ഒരു ദിവസം താമസിക്കാനുള്ള സൗകര്യം. അപ്പോൾ അദ്ദേഹം 2008-2009 അദ്ദേഹത്തിൻ്റെ കാര്യം പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വരുമാനം കിട്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിലും എൻ്റെ മകൻ്റെ പേരിലും ഓരോ 1 ലക്ഷം രൂപ ഇട്ട്. അപ്പോൾ ആ ഇത് വെച്ച് എല്ലാ വർഷവും ഞങ്ങൾ ദർശനത്തിന് പോകും. പിന്നെ പെട്ടെന്ന് പോകേണ്ടവർക്ക് ബ്രേക്ക് ദർശനം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് 10,500 രൂപയാവും. കാര്യം 500 രൂപയാണ് അതിൻ്റെ ടിക്കറ്റ്. VIP ടിക്കറ്റ് 500 നമ്മളിപ്പോൾ അവിടുത്തെ MLAക്കൊക്കെ മാസത്തിലൊരു കോട്ടയുണ്ട്. അപ്പോൾ അത് അവർ പരിചയം ഉണ്ടെങ്കിൽ തരും, MLA MP ഒക്കെ ആ ഭാഗത്ത്, ആ സ്റ്റേറ്റിൽ. അപ്പോൾ അല്ലാത്തവർക്ക് 10,000 രൂപ അഡീഷണൽ അടയ്ക്കണം. ഈ 10,000 രൂപ അവർ വാങ്ങിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തിരുപ്പതി അവർ അഡ്മിനിസ്ട്രേഷൻ ഇപ്പോൾ എല്ലാ സ്റ്റേറ്റുകളിലും അമ്പലം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ കന്യാകുമാരിയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കാശ്മീരിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് അവർ ഈ ഡൊണേഷൻ എടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ 10,000 രൂപ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ ടൈം തരും. ആ ടൈമിൽ നമുക്ക് പോയിട്ട് ഭഗവാന്റെ അടുത്ത് വരെയും പോയി തൊഴുതിട്ട് പ്രസാദവും വാങ്ങിച്ച് തിരിച്ചു വരാം. ഇപ്പം നമ്മൾ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഗോപുരം, നമ്മൾ പോയി തൊഴുന്ന അവിടെ നിന്ന് പിന്നെ 3 നടയുണ്ട്. ഒരു 20 മീറ്റർ ദൂരെ നിന്നേ ഭഗവാനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇവിടെ ജയവിജയന്മാരുണ്ട്, മനസ്സിലായി, അവിടെയാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത്രയും ദൂരെ നിന്നേ കാണാൻ പറ്റുള്ളൂ. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സേവകൾ ചെയ്യുമ്പോൾ അത് സേവ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കംപ്ലീറ്റ് ഓൺലൈനായി. അല്ലെങ്കിൽ ഈ സർവ്വദർശനം എന്ന് പറഞ്ഞാൽ അവിടെ പോയി ഇരുന്നിട്ട് കിട്ടണ സമയത്ത് ദർശനം എടുക്കണം. ചിലപ്പോൾ നെക്സ്റ്റ് ഡേ ഒക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോയവർക്ക് 5 മണിക്കൂർ കൊണ്ട് കിട്ടിയെന്ന് പറയുന്നു. ഇന്ന് രാവിലെ എത്തിയ ആൾക്കാരുണ്ട്, അവർക്ക് 5 മണിക്കൂർ കൊണ്ട് കിട്ടിയെന്ന് പറയും. അത് ഭാഗ്യം പോലെ ഇരിക്കും. അവരും ഈ സേവകൾ, തോമല സേവ, അങ്ങനെ കുറേ സേവയുണ്ട്. അത് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകും. അതൊക്കെ പെയ്ഡ് സേവകളാണ്. സർവ്വദർശനത്തിലൊന്നും കൊടുക്കണ്ട, നമ്മൾ ലഡ്ഡുവിന് മാത്രം കാശ് കൊടുത്താൽ മതി. പക്ഷേ അതും പോകേണ്ടതാണ്. എനർജി ഒരു ഇതാണ്. പിന്നെ അവിടെ പോകുമ്പോൾ ഈ ലക്ഷ്മി കോവിൽ തൊഴണം. പിന്നെ ഈ ഗോവിന്ദരാജ ക്ഷേത്രം എന്ന് പറഞ്ഞുകൊണ്ട് തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു 100 മീറ്റർ അടുത്താണ്. അത് കുബേരൻ്റെ ഇതായിട്ട് പറയുന്നു. കാര്യം എന്ന് വെച്ചാൽ ആ ഗോവിന്ദരാജനാണ് ഇദ്ദേഹത്തിന് പണം കൊടുത്തതെന്നും അതുമല്ല അമ്മായിയച്ഛൻ്റെ സ്ഥാനമാണെന്ന് പലരും പല രീതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ്ട് അവിടെ ശ്രീനിവാസ ക്ഷേത്രം കല്യാണ ശ്രീനിവാസ ക്ഷേത്രം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനിവാസ മങ്കാവരം, അവിടെ ഈ വിവാഹശേഷം തിരുപ്പതി പോകാൻ അവിടെ ഒരു ദിവസം താമസിച്ചു എന്നാണ് പറയുന്നത്. ആ ക്ഷേത്രത്തിൽ അത് കുറച്ച് ദൂരമുണ്ട്, ഒരു 10 കിലോമീറ്റർ. അവിടെ നിന്ന് കഴിഞ്ഞാൽ തിരുപ്പതി മല കാണാം. രാത്രിയിൽ അവിടുത്തെ ലൈറ്റുകളൊക്കെ കാണാം. അതുകൂടാണ്ട് ഈ തിരുപ്പതി ഭഗവാനെ ചികിത്സിച്ച ബഹുളാദേവി എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അത് ഇതായിരുന്നു. ഈ ഇടയ്ക്ക് ഒരു 2 വർഷത്തിനുള്ളിൽ അവർ റിനോവേറ്റ് ചെയ്ത് അതും ശരിയാക്കി എടുത്തിട്ടുണ്ട്. അമ്മയുടെ സ്ഥാനമുള്ള ബഹുളാദേവി എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ഈ റൂമൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. 2 പേരും കുടുംബമായിട്ടോ അല്ലെങ്കിൽ 2 പേരും ഫ്രണ്ട്സായിട്ട് പോകണം.
പിന്നെ വേറൊരു കാര്യം, നമുക്കിപ്പോൾ റൂം എടുക്കണമെന്നില്ല. ഇപ്പോൾ നമ്മുടെ ലഗേജ്, മൊബൈലൊന്നും കൊണ്ടുപോകാൻ പറ്റുകയില്ല, അങ്ങനെ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് വെക്കാം. മൊബൈലും എല്ലാം വെക്കാം, ലഗേജും വെക്കാം. വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ദർശനത്തിൽ പോയി അവിടെ അതിനകത്ത് ഒരു ഷീറ്റുമായിട്ട് പോയിട്ട് അതിനകത്ത് കിടന്നുറങ്ങി ദർശനം എടുത്ത് വരുന്നവരുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് 10-10:30 വരെ, രാവിലെ 8 മണിക്ക് തുടങ്ങും, 10:30 വരെയും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ പൊങ്കൽ അല്ലെങ്കിൽ ഉപ്മാവ്. അത് കഴിഞ്ഞാൽ ഒരു 11 മണി കഴിഞ്ഞിട്ട് ഊണ് തുടങ്ങും. ആ ഊണ് തുടങ്ങിയ രാത്രി 10 മണി വരെയൊക്കെ ഊണാണ് ഫ്രീ ആയിട്ട്. ആ ഒരു സൗകര്യം, എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്. അവിടെ പിന്നെ ഈ അമ്പലത്തിന് ചുറ്റും ചെരുപ്പിട്ട് നടക്കാൻ പാടില്ല. പിന്നെ അവിടെ ഏറ്റവും പവർഫുൾ എന്താണെന്ന് വെച്ചാൽ തിരുപ്പതി അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഹനുമാനുണ്ട്. ആ ഹനുമാനാണ്. ആ ഹനുമാനെ മാത്രമേ ഈ തിരുപ്പതി പോകാൻ ശ്രീരാമചന്ദ്രൻ്റെ രൂപത്തിലാണ് ദർശനം കൊടുക്കണമെന്നാണ് തിരുപ്പതി ഭഗവാന്റെ അവിടെ പൂജയ്ക്ക് പോയവർ പറഞ്ഞതായിട്ട്, അവിടുത്തെ ആചാര്യം പറഞ്ഞതായിട്ട് പറയുന്നത്. ഈ ഇടത് തോളിൽ ഇങ്ങനെ ആവനാഴി ഇടുമല്ലോ, അതിൻ്റെ ഒരു പാടമുണ്ടെന്നാണ് പറയുന്നത്. ആ തഴമ്പ് വരുമല്ലോ, ആ പാടുണ്ടെന്ന് പറയുന്നത്. പിന്നെ മുടി എപ്പോഴും നനഞ്ഞിരിക്കും എന്ന് പറയുന്നു. ഒരാൾ പൊക്കമുണ്ട്, 6 അടി പൊക്കമുണ്ട് ആശിയിലേക്ക്. അത് നമ്മുടെ ശബരിമല ശാസ്താവ് സ്വയംഭൂ എന്ന് പറയുന്ന പോലെ തന്നെയാണ് അവിടെയും വിശ്വാസം. 1 അടി പൊക്കമാണ്. ഇത് എപ്പോഴും മുടിയുടെ ഭാഗം നനഞ്ഞിരിക്കുന്നതാണ് അവിടുത്തെ ആചാര്യന്മാർ വ്യക്തിഗതപരമായ സംഭാഷണങ്ങളിൽ പറയുന്നത്. അവർ പബ്ലിക് ഇതിൽ വന്ന് പറയുന്നില്ല. പക്ഷേ ഡെയിലി കോടികൾ കുമിഞ്ഞുകൂടുന്നതാണ്. പിന്നെ അമ്പലത്തിന് നമ്മുടെ ഇവിടെയൊക്കെ കയറുമ്പോൾ പലയിടത്തല്ലേ ഭണ്ഡാരം. അവിടെ അമ്പലത്തിൽ കയറി പ്രദക്ഷിണം എടുത്ത് വന്നു കഴിയുമ്പോൾ ഭഗവാന്റെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് ഇങ്ങനെ ഒരു ചാക്ക് പോലെയാണ് ഭണ്ഡാരം വെച്ചിരിക്കുന്നത്. താഴത്ത് ഇങ്ങനെ വലിയ കുട്ടകം പോലെ കാണും. അതിലിങ്ങനെ തുണി 4-5 കെട്ടിയിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് കൂടി വേണം നമ്മൾ ഇടാനായിട്ട്. ഓരോ മണിക്കൂറിലും ഈ ഭണ്ഡാരം മാറ്റിക്കൊണ്ടിരിക്കും. അതുകൂടാണ്ട് അവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചെല്ലണവരെ എല്ലാം ഭക്തനായിട്ട് കണ്ടുകൊണ്ട് സേവയ്ക്ക് നിൽക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്നും കുറേ പേര് സേവയ്ക്ക് പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആരോഗ്യമുണ്ട്, 50-60 വയസ്സിന് താഴെയുള്ളവർക്ക് അവിടെ സേവയ്ക്ക് പോകാം. അപ്പോൾ അവർക്ക് ഫ്രീ അക്കോമഡേഷൻ, ഫുഡൊക്കെ. ഒരു ടീമായിട്ടാണ് 10 പേരോ മറ്റോ വേണം. ഇവിടെ പല സ്ഥലത്തുനിന്നും പോകുന്നുണ്ട്. അപ്പോൾ അവരാണ് ഈ ആൾക്കാരെയൊക്കെ ക്യൂവിലൊക്കെ നിയന്ത്രിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മുടെ ശബരിമല പറയുന്ന പോലെ പിടിച്ച് തള്ളൽ ഇതൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ സാവധാനം നാരായണ പറയും, പോകാൻ പറയും, അങ്ങനെ. അതുപോലെ നമ്മൾ നട ചെല്ലുമ്പോൾ 3 ആകുന്നു. എന്നിട്ട് മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ സ്ലോപ്പ് പോലെ വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഈ മുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചിലർ പിള്ളേരെ എടുത്ത് തോളത്ത് വെച്ചാൽ മാത്രം പ്രശ്നം, ഇല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോഴൊക്കെ നമ്മൾ ഭഗവാനെ കണ്ടുകൊണ്ടാണ് പോകുന്നത്. അത്രയൊക്കെ വളരെയൊക്കെ ഒരു ഇതുള്ള അമ്പലമാണ്. തീർച്ചയായിട്ടും പോകേണ്ടതാണ്. ഒരിക്കൽ പോയാൽ നമുക്ക് എപ്പോഴും പോകാൻ തോന്നുന്ന ഒരു അമ്പലം. പക്ഷേ ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡായി ആധാർ വേണം എന്നുള്ളത് കൊണ്ട് 3 മാസത്തെ ഒരിക്കൽ മാത്രമേ അവിടെ പോകാൻ പറ്റുള്ളൂ. ആ ഒരു ഇതുണ്ട്. അതാണ് തിരുപ്പതിയെക്കുറിച്ച് എനിക്കറിയാവുന്ന അറിവുകൾ. അവിടെ കുറേ ഉപക്ഷേത്രങ്ങളുണ്ട്. കപില തീർത്ഥം എന്നൊക്കെ പറഞ്ഞുണ്ട്. അതുകൂടാണ്ട് ഹരേ രാമ ഹരേ കൃഷ്ണക്കാരുടെ അമ്പലമുണ്ട്. കുറേയധികം കാണേണ്ട സ്ഥലങ്ങളാണ്.